എൻ്റെ അമ്മ ജീവനോടെ ഉണ്ട്. ഞാൻ അമ്മയെ കൊണ്ടുവരും. ആലപ്പുഴ മാന്നാറിൽ 15 വർഷം മുൻപ് കൊല്ലപ്പെട്ടെന്ന് കരുതുന്ന കലയുടെ മകന്റെ വാക്കുകൾ കേട്ടാൽ ആരുടെയും ഉള്ളു നീറും. നെഞ്ചുപൊട്ടുന്ന വേദനയോടെയാണ് ആ 16-കാരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത്. അവൻ 1 വയസ്സുള്ളപ്പോൾ നഷ്ടപ്പെട്ടതാണ് അമ്മയെ. അച്ഛൻ പിന്നീട് വേറെ വിവാഹം കഴിച്ചു. അമ്മയില്ലാതെ വളർന്ന അവൻ ഇപ്പോൾ +2 വിദ്യാർത്ഥിയാണ്. അവന്റെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. സ്വന്തം അമ്മയെ അച്ഛൻ കൊലപ്പെടുത്തിയെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അച്ഛൻ ജയിലിലായാൽ പിന്നെ ആരുണ്ട് അവന് സ്വന്തമെന്ന് പറയാൻ? നാടകീയമായ കലാകൊലക്കേസിൽ എന്താണ് ഇനി സംഭവിക്കുക? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ആലപ്പുഴ മാന്നാർ സ്വദേശികളായ അനിൽകുമാറും കലയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. പിന്നീട് ഇവർക്ക് ഒരു കുഞ്ഞുണ്ടായി. അതിനിടെയാണ് വിദേശത്തേക്ക് ജോലി തേടി അനിൽകുമാർ പോയത്. 2009 അവസാനം അയാൾ അവധിക്ക് നാട്ടിലെത്തി. അപ്പോഴേക്കും ബന്ധുക്കളിലാരോ കലയ്ക്ക് മറ്റൊരു യുവാവുമായി ബന്ധമുണ്ടെന്ന കഥ ഭർത്താവിന്റെ ചെവികളിലെത്തിച്ചു. ഈ സംശയമാണ് കല എന്ന യുവതിയുടെ കൊലപാതകത്തിന് കാരണമായത്. 2009 ഡിസംബർ ആദ്യ ആഴ്ചയാണ് കൊലപാതകം നടന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കലയുമായി ബന്ധമുണ്ടായി എന്ന് സംശയിക്കുന്ന കുട്ടമ്പേരൂർ സ്വദേശിയെ പോലീസ് ചോദ്യം ചെയ്തു. കല കൊല്ലപ്പെട്ടത് മാന്നാർ വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണെന്നും കൃത്യത്തിൽ അനിൽകുമാർ ഉൾപ്പെടെ 4 പ്രതികൾക്കും പങ്കുണ്ടെന്നും എഫ്ഐആറും റിമാൻഡ് റിപ്പോർട്ടും വ്യക്തമാക്കുന്നു. അവളൊരു തെറ്റും ചെയ്തില്ലല്ലോ. അമ്മമാരിങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കയറി പിന്നെ അമ്മമാർ നടന്നതല്ലേ. ഇത്രയും വർഷം ഞങ്ങളുടെ കൂടെ ഒക്കെ നടന്നതല്ലേ. ഇങ്ങനെ എനിക്കും ഇതില്ല, ഒരു ടെൻഷനില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ടെൻഷൻ? അമ്മ ജീവനുണ്ട്, അത് എനിക്കും അറിയാം. അതാണ് ഞാൻ അങ്ങ് പറയുന്നത്. ഞാൻ നോക്കട്ടെ, ഇറ്റാൻ തപ്പി ഞാൻ എന്തെല്ലാം കിട്ടിയോ? മുടി കിട്ടി, അത് കിട്ടി, ഇത് പടി എന്തെങ്കിലും പെണ്ണുങ്ങളെ യൂസ് ചെയ്യാനാണല്ലോ ഉള്ളിപ്പങ്ങളെ പോകുന്നു. അതെന്ത് ചെയ്യുന്നു? 2009 ഡിസംബർ ആദ്യ ആഴ്ച രാത്രി തട്ടാറമ്പലത്തിനും മാന്നാറിനും ഇടയ്ക്കുള്ള വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കല കൊല്ലപ്പെട്ടത് എന്നാണ് നിഗമനം. ഭർതൃഗൃഹത്തിൽ നിന്ന് പോയ കല എറണാകുളത്ത് ജോലി ചെയ്തു വരികയായിരുന്നു. 1.5 മാസത്തിനു ശേഷം ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയ അനിൽകുമാർ കലയെ എറണാകുളത്ത് പോയി കാണുകയും കൂട്ടിക്കൊണ്ടുവരികയുമായിരുന്നു. യാത്രാമധ്യേയാണ് കൊലപാതകം. കലയ്ക്ക് കുട്ടമ്പേരൂർ സ്വദേശിയുമായി ഉണ്ടായിരുന്ന ബന്ധമാണ് പ്രകോപനത്തിന് കാരണം. അനിൽകുമാർ വിദേശത്തായിരുന്ന സമയത്ത് കലയുമായുള്ള ബന്ധത്തെ തുടർന്ന് ഇയാളെ കേസിലെ 4ാം പ്രതിയും അനിൽകുമാറിന്റെ സഹോദരനുമായ പ്രമോദ് മർദ്ദിച്ചിരുന്നു. കലയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അനിൽകുമാറിനെ പ്രമോദ് അറിയിക്കുകയും ചെയ്തു. കുട്ടമ്പേരൂർ സ്വദേശിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കേസിലെ മറ്റു പ്രതികളായ ജിനു, സോമൻ, പ്രമോദ് എന്നിവർ കലയുടെ മൃതദേഹം കാണുന്നത് മാന്നാർ ആയിക്കര ജംഗ്ഷനിൽ വെച്ചാണ്. കലയെ കൊലപ്പെടുത്തിയതായി അനിൽകുമാർ തന്നോട് പറഞ്ഞെന്നും മൃതദേഹം കണ്ടെന്നും മുഖ്യസാക്ഷിയും പരാതിക്കാരനുമായ സുരേഷ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ബോഡി മറവ് ചെയ്യാനുൾപ്പെടെ അനിൽകുമാറിനെ സഹായിച്ചെന്ന് അറസ്റ്റിലായ പ്രതികൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയത് മാരുതിക്കാറിലാണെന്നും എഫ്ഐആർ വ്യക്തമാക്കുന്നു. 2ാം പ്രതി ജിനു കൊലപ്പെടുത്തിയ സ്ഥലം കാണിച്ചു നൽകാമെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചതായി റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. കഴുത്തു ഞെരിച്ചാണ് കൊലപാതകമെന്ന് നിഗമനമെങ്കിലും കൃത്യത്തിനായി ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന സംശയം റിപ്പോർട്ടിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയ പ്രതികളെ ശേഷം ചെങ്ങന്നൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കോടതി 6 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 8 ദിവസത്തെ കസ്റ്റഡിയിലാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 6 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടത്. 8ാം തീയതി വരെ കസ്റ്റഡിയിൽ കൊടുത്തിട്ടുണ്ട്. ശാസ്ത്രീയമായ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, ഇതെല്ലാം എന്താ പറയുക, ഒരു ചെയിൻ പോലെ കണക്ട് ചെയ്യപ്പെടേണ്ടതായ കാര്യമാണ്. ഇല്ലേ, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്, ഡയറക്റ്റ് എവിഡൻസ്, ഇതെല്ലാം ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കണ്ടെത്തേണ്ടതായ കാര്യമാണ്.
ഇതുവരെ ആരെങ്കിലും എന്താ പറയുക ഈ ആളിനെ കൊല്ലുന്നതായി കണ്ടു, അല്ലെങ്കിൽ ആരെങ്കിലും ഇയാൾ ബോഡി എടുത്തുകൊണ്ട് പോകുന്നതായി കണ്ടു, അല്ലെങ്കിൽ ഇയാൾ ഈ സംശയിക്കപ്പെടുന്നതായ ഇസ്രായേലിലുള്ള ആൾ ഈ പ്രതി ഇത് ബോഡി മറവ് ചെയ്യുന്നതായിട്ട് കണ്ടു. ഇങ്ങനൊന്നും യാതൊരുവിധ ഇതൊരു അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ്. പോലീസ് ഇതിനെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരേണ്ടത്. അതതിന്റെ വഴിക്ക് ബാക്കിയുള്ള കാര്യത്തിൽ. അനിൽകുമാറിന്റെ വീട്ടിൽ ഇന്നും പോലീസ് നടത്തിയ പരിശോധനയിൽ അനിലിന്റെ പാസ്പോർട്ടിന്റെ കോപ്പി, ആധാർ കാർഡ് ഉൾപ്പെടെ വ്യക്തിഗത വിവരങ്ങൾ അടങ്ങുന്ന രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. 15 വർഷം മുൻപ് രജിസ്റ്റർ ചെയ്ത ഒരു തിരോധാന കേസ്, അത് കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തുന്നു. FIR ഇട്ട് പ്രതികളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുന്നു. എന്തായാലും ഈ കൊലപാതക കേസ് കൊലപാതകമാണോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനാണ്. അതുകൊണ്ട് തന്നെ കേസിലെ 1-ാം പ്രതി അനിൽകുമാറിനെ വിദേശത്തു നിന്നും എത്തിക്കേണ്ട ചുമതലയും ബാധ്യതയും പോലീസിനുണ്ട്. അതിന് എംബസി വഴിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. മാത്രമല്ല, അനിൽകുമാറിന്റെ കുടുംബത്തിൽ സമ്മർദ്ദം ചെലുത്തി അനിൽകുമാറിന്റെ തിരിച്ചുവരവ് വേഗത്തിലാക്കാനുള്ള നടപടികളും പോലീസ് കൈക്കൊള്ളുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും ക്യാമറാമാൻ KP ധനേഷിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18. മദ്യപാനം ആരോഗ്യത്തിന് മാത്രമല്ല, മനുഷ്യജീവനും ആപത്താണ്. മദ്യപാനത്തിലുണ്ടാകുന്ന തർക്കങ്ങൾ കൊലപാതകത്തിൽ കലാശിക്കുന്ന സംഭവങ്ങൾ വിവിധയിടങ്ങളിൽ നിന്നും കേൾക്കാറുണ്ട്. ആലുവയിൽ സുഹൃത്തുക്കൾ തമ്മിൽ മദ്യപാനത്തിനുണ്ടായ തർക്കത്തിന്റെ വിരോധം ഒരാളുടെ ജീവനെടുത്തു. തലേന്ന് രാത്രി അയ്യമ്പുഴ സ്വദേശി കൃഷ്ണൻകുട്ടിയും ഏഴിക്കര സ്വദേശി ശ്രീകുമാറും ഒന്നിച്ചിരുന്ന് മദ്യപിച്ചിരുന്നു. ആ സമയമുണ്ടായ തർക്കം പിറ്റേന്ന് രാവിലെ വരെ നീണ്ടു. ഒടുവിൽ പറവൂർ കവലയിലെ ഹോട്ടലിൽ പുലർച്ചെ ചായ കുടിക്കാൻ എത്തിയപ്പോൾ വീണ്ടും പ്രശ്നമുണ്ടായി. ഇതേ തുടർന്ന് ശ്രീകുമാർ കൃഷ്ണൻകുട്ടിയെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. പുലർച്ചെ 5 മണിക്ക് ഹോട്ടലിൽ ചായ കുടിക്കാൻ എത്തിയപ്പോഴാണ് സുഹൃത്തുക്കൾ തമ്മിലുള്ള വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിച്ചത്. കൊല്ലപ്പെട്ട കൃഷ്ണൻകുട്ടിയും സുഹൃത്ത് ശ്രീകുമാറും കഴിഞ്ഞ രാത്രി ഒരുമിച്ചിരുന്ന് മദ്യപിച്ചിരുന്നു. തുടർന്ന് തർക്കമുണ്ടായതോടെ ഇരുവരും പിരിഞ്ഞു. പിന്നീട് രാവിലെ ചായ കുടിക്കാൻ എത്തിയപ്പോൾ ഇതേ ചൊല്ലി വീണ്ടും വാക്കേറ്റമായി. ഇതോടെയാണ് ശ്രീകുമാർ കൈവശമുണ്ടായിരുന്ന കത്രിക ഉപയോഗിച്ച് കൃഷ്ണൻകുട്ടിയെ കുത്തിയത്. നെഞ്ചിന് കുത്തേറ്റ കൃഷ്ണൻകുട്ടി നടന്നൊരൽപ്പം മുന്നോട്ട് നീങ്ങിയെങ്കിലും കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ആംബുലൻസ് വിളിച്ചു വരുത്തി ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചു. സംഭവത്തിന് പിന്നാലെ പോലീസ് പ്രതി ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തു. ആദ്യം കൊല്ലപ്പെട്ടയാളെക്കുറിച്ച് യാതൊരു വിവരവും പോലീസിന് ലഭിച്ചിരുന്നില്ല. പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അയ്യമ്പുഴ സ്വദേശി കൃഷ്ണൻകുട്ടിയാണ് മരിച്ചതെന്ന് വ്യക്തമായത്. വിവിധ സ്റ്റേഷനുകളിൽ 10ഓളം കേസിലെ പ്രതിയാണ് പിടിയിലായ ശ്രീകുമാർ. ന്യൂസ് 18 കൊച്ചി. കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ വിഷമം ഒട്ടേറെ ദമ്പതികളെ വല്ലാതെ മാനസികമായി തളർത്താറുണ്ട്. ചിലർ പരസ്പര സ്നേഹത്തിൽ ഈ വേദനയെക്കുറിച്ച് ഓർക്കാതെ സന്തോഷത്തോടെ ജീവിക്കും. എന്നാൽ മക്കളില്ലാത്തതിന്റെ മനോവിഷമത്തിൽ കഴിഞ്ഞിരുന്ന തൃശൂർ കൊരട്ടിയിലെ ആൻഡോ ജിസു ദമ്പതികൾ നാടിന് തന്നെ ഇപ്പോൾ നൊമ്പരമായിരിക്കുന്നു. 10 ദിവസം മുൻപ് ഇവരെ കൊരട്ടിയിൽ നിന്നും കാണാതായിരുന്നു. ഈ ദമ്പതികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം എത്തിയത് വേളാങ്കണ്ണിയിലെ ലോഡ്ജിലാണ്. വേളാങ്കണ്ണി പള്ളിയുടെ സമീപം ലോഡ്ജിൽ ദമ്പതിമാരെ വിഷം കുത്തിവെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കഴിഞ്ഞ 22 മുതലാണ് ആൻഡോയെയും ഭാര്യ ജിസുവിനെയും തിരുമുടിക്കുന്നിലെ വീട്ടിൽ നിന്നും കാണാതായത്. വേളാങ്കണ്ണിയിൽ എത്തിയ ശേഷം അവിടെ നിന്നും എന്തോ ജോലിയിൽ പ്രവേശിച്ചതായും പറയപ്പെടുന്നു. അതിനിടയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് വിഷം കുത്തിവെച്ച് അവശനിലയിൽ കാണപ്പെട്ട ആൻഡോയെ നാഗപട്ടണം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരിച്ചു. ഭർത്താവ് മരിച്ചതറിഞ്ഞ ജിസുവും ലോഡ്ജിൽ പോയി വിഷം കുത്തിവെച്ച് മരിക്കുകയായിരുന്നുവെന്നാണ് വിവരം. ജിസുവിനെ ആശുപത്രിയിൽ നിന്ന് കാണാതായതിനെ തുടർന്ന് പോലീസും നാട്ടിൽ നിന്ന് ചെന്ന ബന്ധുക്കളും ലോഡ്ജിലെത്തിയപ്പോൾ മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. പോലീസ് മുറി ബലം പ്രയോഗിച്ച് തുറന്നു നോക്കിയപ്പോഴേക്കും ഇവർ മരിച്ചിരുന്നു. രണ്ടുപേരുടെയും മൃതദേഹം നാഗപട്ടണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. വിവാഹം കഴിഞ്ഞ് 9 വർഷമായിട്ടും ഇവർക്ക് കുട്ടികൾ ഇല്ലായിരുന്നു. അതിലുള്ള നിരാശയും സാമ്പത്തിക ബാധ്യതയുമാണ് മരണത്തിന് കാരണമെന്നാണ് അടുത്ത ബന്ധുക്കൾ പറയുന്നത്. ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്.
വീടും മറ്റും വിറ്റ് തന്റെ കടങ്ങൾ വീട്ടണമെന്ന് കാണിച്ച് ചൊവ്വാഴ്ച സഹോദരിക്ക് ആന്റോ ശബ്ദ സന്ദേശം അയച്ചിരുന്നതായി സൂചനയുണ്ട്. ജാതിക്ക കച്ചവടക്കാരനായിരുന്നു ആന്റോ. നിരവധി ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഇയാൾ വായ്പയെടുത്തിരുന്നു. ഗൃഹോപകരണങ്ങളും മൊബൈൽ ഫോണും മറ്റും ഇങ്ങനെ വാങ്ങിയിരുന്നുവെന്നും പണം അടയ്ക്കാനുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുമാണ് പോലീസിന് ലഭിച്ച വിവരം. ന്യൂസ് 18 തൃശൂർ. കോട്ടയത്തെ പാസ്റ്റർക്കെതിരായ മകളുടെ വെളിപ്പെടുത്തൽ നടുക്കത്തോടെയാണ് നമ്മൾ കേട്ടത്. കുട്ടിക്കാലം മുതൽ അച്ഛന്റെ ക്രൂരതയ്ക്കിരയായ യുവതി സ്വന്തം പിതാവിന്റെ സ്വഭാവ വൈകൃതത്തെക്കുറിച്ചും തുറന്നു പറഞ്ഞിരുന്നു. ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ കൂടി പുറത്തുവരുന്നുണ്ട്. പാസ്റ്റർ പീഡിപ്പിച്ചതായി തൃശൂർ സ്വദേശിനിയായ യുവതി മകൾക്കയച്ച വാട്സാപ്പ് സന്ദേശം ന്യൂസ് 18 ലഭിച്ചു. തന്റെ ജീവിതം തകർത്തത് ഇയാളെന്ന് യുവതി പറയുന്നുണ്ട്. അതേസമയം പാസ്റ്റർക്കെതിരായ മകളുടെ പരാതി അന്വേഷിക്കാൻ IPC പ്രത്യേക സമിതിയെ നിയോഗിക്കും. സ്വന്തം പിതാവിന്റെ ചൂഷണങ്ങളും സ്വഭാവ വൈകൃതങ്ങളും തുറന്നുകാട്ടി കഴിഞ്ഞ ദിവസം കോട്ടയം സ്വദേശിനിയായ യുവതി ന്യൂസ് 18നോട് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പാസ്റ്റർക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നത്. പാസ്റ്റർ തന്നെ പീഡിപ്പിച്ചതായി തൃശൂർ സ്വദേശിനിയായ യുവതി അയച്ച വാട്സപ്പ് സന്ദേശത്തിൽ പറയുന്നു. ആരോപണ വിധേയനായ പാസ്റ്ററുടെ മകളോടാണ് യുവതി തുറന്നു പറയുന്നത്. പാസ്റ്ററാണ് തന്റെ ജീവിതം തകർത്തത്. വൃദ്ധരായ മാതാപിതാക്കളായതിനാൽ ആരോടും കാര്യങ്ങൾ വെളിപ്പെടുത്തിയില്ല. പോലീസിൽ പരാതി നൽകാനും കഴിയില്ലെന്ന് യുവതിയുടെ സന്ദേശത്തിലുണ്ട്. ഇയാൾക്ക് സ്വഭാവ വൈകൃതമുണ്ടെന്ന മകളുടെ വെളിപ്പെടുത്തൽ സാധൂകരിക്കുന്നതാണ് വാട്സാപ്പ് സന്ദേശം. അതേസമയം പാസ്റ്റർക്കെതിരായ മകളുടെ പരാതി അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയമിക്കാനാണ് IPC നീക്കം. ഇയാളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് നടപടി. 11 വയസ്സ് മുതൽ താൻ പിതാവിൽ നിന്ന് ശാരീരികവും മാനസികവുമായ ക്രൂരതകൾക്ക് ഇരയാകപ്പെട്ടു എന്നത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി മകൾ നൽകിയ പരാതിയിലാണ് IPC പാസ്റ്ററെ സസ്പെൻഡ് ചെയ്തത്. പ്രാർത്ഥനയ്ക്കായി എത്തിയ നിരവധി യുവതികൾ ഇയാളുടെ ലൈംഗികാതിക്രമത്തിന് ഇരയായതായുള്ള പരാതികളും പരിശോധിക്കുന്നുണ്ട്. പിതാവിനെതിരെ യുവതി കഴിഞ്ഞ ദിവസം കോട്ടയം മണർകാട് പോലീസിലും പരാതി നൽകിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. ലഹരി മാഫിയയും മദ്യപ സംഘവും നാട്ടിലഴിഞ്ഞാടുകയാണ്. പ്രദേശവാസികൾക്കും പോലീസിനുമൊക്കെ ഇവർ ഭീഷണിയായി മാറുന്നു. കോഴിക്കോട് മേപ്പയൂരിൽ മദ്യപ സംഘത്തിന്റെ കയ്യേറ്റത്തിൽ 3 പോലീസുകാർക്ക് പരിക്കേറ്റു. മേപ്പയൂർ കവലയിലുണ്ടായ സംഘർഷം ഒഴിവാക്കാൻ ഇടപെട്ടപ്പോഴാണ് SI ജയൻ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റത്. ഷബീർ, ഷിബു എന്നിവരാണ് ആക്രമിച്ചതെന്നും ഇവർ സ്ഥിരം പ്രശ്നക്കാരാണെന്നും പോലീസ് പറയുന്നു. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പോലീസിനെ ആക്രമിച്ചതിനും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മേപ്പയൂർ ടൗണിലെ ബാർബർ ഷോപ്പിൽ മദ്യപിച്ചെത്തിയ 2 അംഗ സംഘം ജീവനക്കാരനെ ആക്രമിച്ചതിൽ നിന്നാണ് സംഭവത്തിന്റെ തുടക്കം. പോലീസ് സ്ഥലത്തെത്തി ആക്രമികളെ പിടിച്ചുമാറ്റുന്നതിനിടയിലാണ് പ്രതികളുമായി സംഘർഷം ഉണ്ടായത്. സംഭവത്തിൽ SI അടക്കം 3 പോലീസുകാർക്കും ആക്രമി സംഘത്തിലുണ്ടായിരുന്ന ഷബീർ, സിബു എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. മേപ്പയൂർ SI ജയൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനിൽകുമാർ, CPO സിജു OM എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി. പിന്നീട് സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ സേനയെ എത്തിക്കുകയും പേരാമ്പ്ര DYSPയെ വിവരമറിയിക്കുകയുമായിരുന്നു. ഇത് മേപ്പയൂർ പോലീസിന് മുന്നിലാണ്. പ്രതികൾ കൂടുതൽ ആളുകളെയും കൂട്ടി സ്റ്റേഷനിലേക്ക് എത്തിയതായും പോലീസുകാർ പറയുന്നു. ഇവർക്കുമെതിരെ പോലീസുകാരെ ആക്രമിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്.
തലയ്ക്ക് പരിക്കേറ്റ ഷബീറും സിബുവും ചികിത്സയിലാണ്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്താൽ ഉടനെ അറസ്റ്റ് രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. പച്ചാസ് എന്നറിയപ്പെടുന്ന സിബു ലഹരിക്ക് അടിമയാണെന്നും സ്ഥിരം സംഘർഷമുണ്ടാക്കാറുണ്ട് എന്നുമാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 വടകര. സ്കൂളുകളിലും ക്യാമ്പസുകളിലും കുട്ടി കുറ്റവാളികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. റാഗിങ്ങിന്റെ പേരിലുള്ള മർദ്ദനവും സഹപാഠികൾ തമ്മിലുള്ള വാക്കുതർക്കവും വലിയ സംഘർഷത്തിൽ കലാശിക്കുന്നതാണ് പതിവ്. ചാലക്കുടിയിൽ +2 വിദ്യാർത്ഥിയെ സഹപാഠികൾ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു പരിക്കേൽപ്പിച്ചു. ചാലക്കുടി BHC ബോയ്സ് സ്കൂളിലെ +2 വിദ്യാർത്ഥി ഇജാഷീറിനാണ് തലക്കടിയേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവനിങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് 18 വയസ്സായില്ലെങ്കിൽ ആർക്കും ചെയ്യാലേ എന്ന് അവൻ്റെ ഒരു ചോദ്യത്തിലാണ് ഞങ്ങൾക്ക് പേടിച്ചു. അതാണ് പേടിയായത്. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഇത് എല്ലാവരും ഇത് ഷെയർ ചെയ്ത് പോവല്ലേ സ്കൂൾ മുഴുവൻ. അപ്പം നമുക്കിപ്പോൾ വേഗം ഈ 18-നുള്ളിൽ എന്ത് വേണമെങ്കിലും ഒരു ചെയ്യാ എന്ന്. പിന്നെ ഒരു കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രേരണയോ ഒരു ദുരവസ്ഥയോ ഉണ്ടാവരുത്. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുമായി സ്കൂളിൽ അടിപിടി നടക്കുമെന്ന് പറഞ്ഞ് മുഹമ്മദ് ഇജാഷിർ സഹപാഠികളെ ധരിപ്പിച്ചു. ഇതിൽ പ്രകോപിതരായ +2 ക്ലാസ്സിലെ ചില വിദ്യാർത്ഥികളും 10ാം ക്ലാസ് വിദ്യാർത്ഥികളും ചേർന്ന് മുഹമ്മദ് ഇജാഷിറിന്റെ മുഖത്തടിച്ചു. പിന്നാലെ ഇജാഷിറിന്റെ സഹപാഠികൾ 10ാം ക്ലാസ് വിദ്യാർത്ഥികളോട് ഇത് ചോദ്യം ചെയ്തു. ഇതിനിടെ പുറത്തുനിന്നെത്തിയ മറ്റൊരു വിദ്യാർത്ഥി മുഹമ്മദ് ഇജാഷിറിന്റെ നെറ്റിയിൽ ചുറ്റിക കൊണ്ട് അടിക്കുകയായിരുന്നു. 28-ാം തീയതി വെള്ളിയാഴ്ച മോൻ സ്കൂളിലേക്ക് പോയി. BHSC +2 ബോയ്സിൽ പഠിക്കുകയാണ്. അവൻ സ്കൂളിൽ വെച്ച് 10ാം ക്ലാസ്സിലെ കുട്ടികളെ എന്തോ തല്ലുണ്ടാക്കുമെന്ന് കേട്ടു. അത് ക്ലാസ്സിൽ വന്ന് പറഞ്ഞു തല്ലുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് അവനെ വിരട്ടി. അവൻ ഇല്ല ഞാൻ കേട്ടത് പറഞ്ഞു സോറി എന്ന് പറഞ്ഞു. ലഞ്ച് ഇൻ്റർവെല്ലിന് ഒരു 1:25 അവർ അടുത്ത് വിളിച്ച് ചെവിടത്ത് അടിച്ചു. അവൻ ടീച്ചറോട് പറഞ്ഞില്ല. ക്ലാസ്സിലിരുന്നു കൂട്ടുകാരോട് ഷെയർ ചെയ്ത് കരഞ്ഞു. സ്കൂൾ വിട്ട് വരുന്ന വഴി ഇതിൻ്റെ തുടർച്ചയായി കൂട്ടുകാരോടൊപ്പം വരുമ്പോൾ എന്തിനാണ് നീ അടിച്ചതെന്ന് ചോദിച്ചു പോയപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി ആയപ്പോൾ ആയിരിക്കാം ആ ഒരു കുട്ടി ഈ സ്കൂളിൽ പഠിക്കണതല്ല. ഇന്ന് വരെ ഇവർ തമ്മിൽ കണ്ടിട്ടുമില്ല. ആ കുട്ടി അരേന്ന് ഒരു ചുറ്റിക എടുത്തതിൻ്റെ തലയിലടിച്ചു. പരിക്കു ഗുരുതരമായതോടെ വിദ്യാർത്ഥിയെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 ദിവസം അബോധാവസ്ഥയിലായിരുന്ന കുട്ടി ആരോഗ്യം വീണ്ടെടുത്തെങ്കിലും അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കേണ്ടതുണ്ട്. മർദ്ദിച്ചവർ പ്രായപൂർത്തിയാകാത്തവരായതിനാൽ പോലീസ് കേസെടുത്തിട്ടില്ല. ന്യൂസ് 18 തൃശൂർ. പോലീസ് പട്രോളിന് പോകുന്നത് ഇടുക്കി വണ്ടിപ്പെരിയാറിലേക്കാണ്. വണ്ടിപ്പെരിയാറിൽ 11 വയസ്സുകാരന് അയൽവാസിയുടെ ക്രൂരമർദ്ദനം. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി സുജിത്തിനെ അയൽവാസിയായ യുവാവ് മർദ്ദിച്ചെന്നാണ് പരാതി. പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പരാതിക്കിടയാക്കിയ സംഭവം നടന്നത്. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ സുജിത് സ്കൂൾ വിട്ടതിനു ശേഷം തിരികെ മഞ്ചുമല പഴയകാടിലെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴിയിൽ വെച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ അയൽവാസിയും ഓട്ടോ ഡ്രൈവറുമായ യുവാവ് മർദ്ദിച്ചതായാണ് പരാതി. உடனே நான் தான் இருந்தேன்னு சொல்லி என்னை கெட்ட பேச்சு கீழே வந்து பேசினேன். ரொம்ப பேசிட்டு ஆட்டோ ஓடிச்சிட்டு ஃபாஸ்ட்டாக வந்துச்சு. ஒரு 2 பையன்மார்கள் பின்னாடி வந்துருந்தாங்க. ஒரு பையன் சொல்லியிருக்கான் இந்த பையன் தான் எரிஞ்சான்னு சொன்னோடனே வந்து அந்த அதில் பிடிச்சி இப்போ நெஞ்சிட்டு பிடிச்சி இங்கே பிடிச்சி கழுத்து பிடிச்சி தூக்கி இங்கே ஒரு குத்திட்டு அடித்த உடனே இந்த இடமும் ரொம்ப வீங்கி ஒரு மாணிக்க இருந்துச்சு. வந்து நான் அழுதுகிட்டே இங்கே போனோடனே இருந்தானே வடக்குன்னு வந்து இப்படி பிடிச்சி இப்படி தள்ளி விட்டுட்டு போயிடுச்சு. വയറ്റിൽ ഇടിക്കുകയും നിലത്തിട്ട് വലിക്കുകയും ചെയ്തതായും കുട്ടി പറഞ്ഞു. മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയ കുട്ടിയെ വല്യച്ഛനും വലിയമ്മയുമാണ് സംരക്ഷിക്കുന്നത്. പരാതി നൽകിയിട്ടും പോലീസ് ഇടപെട്ടില്ലെന്നും ആരോപണമുണ്ട്.
ചെറുപ്പം ഞാൻ വീട്ടിനകത്ത് ചായ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. സ്കൂൾ പിള്ളേരെ കണ്ട ഉടനെ എന്ന് ചായ ഇട്ട് കൊടുക്കുമായിരുന്നു. അത് ചായ കൊച്ചി കാല് മൂത്രം ഒഴിച്ചുകൊണ്ട് ഓടി വന്നു. ഞാൻ ചോദിച്ചു, എന്നാണ് ആരുമായിട്ട് വഴക്കുണ്ടാകുന്നതെന്ന് ചോദിച്ചു. പറയാൻ കൊച്ചിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ ഒരുമാതിരി ശ്വാസം മുട്ടി കരഞ്ഞുകൊണ്ട് എന്നെ എൻ്റെ വായി ഇങ്ങനെ കയ്യിൽ നിന്ന് മേടിച്ചപ്പോൾ വായി പൊട്ടി ഇങ്ങനെ ബുക്കൊക്കെ താഴെ പോയി. ഞാൻ അങ്ങനെ ഇട്ടിട്ട് എന്നെ എല്ലാം ഇങ്ങനെ കുലുക്കി ചോദിച്ചപ്പം ഒരു മാമ എന്നെ താടി വെച്ച മാമ എന്നെ പിടിച്ച് തള്ളി അടിച്ച് കാല് നോക്കിയപ്പം കാല് മൂത്രവും ചോരയും കൂടെ കാലയിലേക്ക് വന്നുകൊണ്ടിരുന്നു. ന്യൂസ് 18 ഇടുക്കി. കേരളത്തിലെ വിവിധയിടങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്ക് തൊഴിൽ തേടി ഒട്ടേറെ യുവാക്കൾ എത്തുന്നുണ്ട്. തുച്ഛമായ വരുമാനമാണെങ്കിലും ചെറിയ സ്ഥാപനങ്ങളിൽ പലരും ജോലിക്ക് കയറും. ഇങ്ങനെ കാക്കനാട്ടെ പെനി ഐസ്ക്രീം കമ്പനിയിൽ ജോലിക്ക് കയറിയ 21-കാരന് ഏൽക്കേണ്ടി വന്നത് ക്രൂരമർദ്ദനമാണ്. സ്ഥാപനത്തിലെ ജനറൽ മാനേജരും ഓപ്പറേഷൻ മാനേജരും ഉൾപ്പെടുന്ന സംഘം ജീവനക്കാരനെ കെട്ടിയിട്ട് മർദ്ദിച്ചെന്നാണ് പരാതി. പെനി ഐസ്ക്രീം കമ്പനിയിൽ ജോലി ചെയ്യുന്ന ജിഷ്ണുവിനാണ് മർദ്ദനമേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ യുവാവ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കാക്കനാട് പ്രവർത്തിക്കുന്ന പെനി ഐസ്ക്രീം എന്ന കമ്പനിയിലെ ജീവനക്കാരനായ പാലക്കാട് സ്വദേശി ജിഷ്ണുവിനെ തിങ്കളാഴ്ച രാത്രി ബലമായി തടങ്കലിൽ വെച്ച് കെട്ടിയിട്ട് മർദ്ദിച്ചെന്നാണ് പരാതി. പെനി ഐസ്ക്രീം കമ്പനിയുടെ ജനറൽ മാനേജറായ നിഖാൽ, ഓപ്പറേഷൻ മാനേജറായ രാകേഷ്, എൽദോസ് എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. സ്ഥാപനത്തിൽ നിന്ന് 8 ലക്ഷം രൂപ നഷ്ടപ്പെട്ടെന്നാരോപിച്ചായിരുന്നു ആക്രമണം. പിന്നീട് ചില രേഖകളിൽ ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തു. ക്രൂരമർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചെയ്യാത്ത തെറ്റിനാണ് ജിഷ്ണുവിനെ മർദ്ദിച്ചതെന്ന് ബന്ധു ന്യൂസ് 18നോട് പറഞ്ഞു. അവൻ ചെയ്യാത്ത തെറ്റിനാണ് അവൻ മര്യാദ എടുത്ത് അടിച്ചിട്ടുള്ളത്. രാത്രി 12 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ ഷട്ടർ ഈ ഗ്ലാസ് ഡോറൊക്കെ പൂട്ടിയിട്ടിട്ടാണ് അടിച്ചേക്കുന്നത്. 150 കിലോ വെയിറ്റ് ഉള്ള പിള്ളേരാണ്. ഒരു 21 വയസ്സായ ചെക്കനെ അടിച്ചേക്കുന്നത്. അവിടെ എന്തോ 8 ലക്ഷം രൂപയുടെ വേരിയേഷൻ പറഞ്ഞിട്ട് വേറെ ആരൊക്കെയോ ചെയ്തതിനാണ് ഇവൻ കാല് വെച്ച് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇവന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാ സാധനം അവർ ചെക്ക് ചെയ്തിട്ട് അവർക്ക് ഉറപ്പ് വന്നതിന് ശേഷം അവനെ പിടിച്ച് നല്ല അടിയെടുത്തിട്ട് അവന്റെ കയ്യിൽ നിന്ന് മുദ്രപത്രം സൈൻ ചെയ്ത് വാങ്ങിയിരിക്കണം. മുദ്രപത്രത്തിൽ എത്ര എമൗണ്ട് വെച്ചിട്ട് അവനെ കൊണ്ടായിട്ട് അവനെ കൊല്ലും എന്നുള്ള അവസ്ഥയാക്കിയിട്ട് അതിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചേക്കാണ്. അങ്ങനെ ഭയങ്കര ഫ്രോഡായിട്ടുള്ള ഒരു കളിയാണ് നടന്നിട്ടുള്ളത്. ജിഷ്ണുവിന് നേരെ ഉണ്ടായത് ആസൂത്രിതമായ ആക്രമണം എന്നാണ് പരാതി. സംഭവം അറിഞ്ഞെത്തിയ നാട്ടുകാരുടെ കൃത്യമായ ഇടപെടലാണ് ജിഷ്ണുവിന്റെ ജീവൻ രക്ഷിച്ചത്. ന്യൂസ് 18 കൊച്ചി. ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കള്ളനോട്ട് സംഘങ്ങൾ വീണ്ടും സജീവമാകുന്നു. കോട്ടയം ഈരാറ്റുപേട്ടയിൽ 2 ലക്ഷത്തിലധികം രൂപയുടെ കള്ളനോട്ടുമായി 3 യുവാക്കൾ പിടിയിലായി. ഈരാറ്റുപേട്ട സ്വദേശികളായ അൽഷാം, അൻവർ ഷാ, ഫിറോസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടിയിലായ യുവാക്കൾ കള്ളനോട്ട് ശൃംഖലയുടെ ഭാഗമെന്നാണ് പോലീസിന്റെ നിഗമനം. നോട്ടിന്റെ ഉറവിടം സംബന്ധിച്ചും അന്വേഷണം തുടരുകയാണ്. ഈരാറ്റുപേട്ട അരുവിത്തുറയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ ഈ മാസം 1-ന് ബാങ്കിന്റെ CDMൽ നിന്ന് കള്ളനോട്ടുകൾ കിട്ടിയതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി കെ കാർത്തികിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ ഫിറോസാണ് CDMൽ കള്ളനോട്ടിട്ടതെന്ന് കണ്ടെത്തി. തുടർന്ന് പോലീസ് ഇയാളെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ 28,500 രൂപയുടെ കറൻസികൾക്കൊപ്പം 500 രൂപയുടെ 9 കള്ളനോട്ടുകൾ ചേർത്ത് CDMൽ ഇട്ടതായി സമ്മതിച്ചു. തന്റെ സുഹൃത്തായ ഈരാറ്റുപേട്ട സ്വദേശി അൻവർ ഷാജിയാണ് കമ്മീഷൻ നൽകാമെന്ന് പറഞ്ഞ് 500ന്റെ 9 കള്ളനോട്ടുകൾ നൽകിയതെന്നും ഇയാൾ മൊഴി നൽകി. തുടർന്ന് അൻവർ ഷായെയും പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ അൽഷാം എന്നയാളാണ് തനിക്ക് കമ്മീഷൻ വ്യവസ്ഥയിൽ 500 രൂപയുടെ 12 കള്ളനോട്ടുകൾ തന്നതെന്നായിരുന്നു മൊഴി. അൽഷാമിനെ പിടികൂടിയ ശേഷം ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 2,24,000 രൂപയുടെ കള്ളനോട്ടുകൾ കണ്ടെത്തുകയായിരുന്നു. എല്ലാം 500ന്റെ നോട്ടുകളാണ്. കേസിൽ വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്നും ഇവർക്ക് കള്ളനോട്ട് നൽകിയവരെ പിടികൂടുന്നതിന് വേണ്ടി തെരച്ചിൽ ശക്തമാക്കിയതായും SP പറഞ്ഞു. പാലാ DYSP സദൻ, ഈരാറ്റുപേട്ട SHO സുബ്രഹ്മണ്യൻ PS,
SI ജിബിൻ തോമസ് തുടങ്ങിയവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കോട്ടയം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. DGPക്കും ഭാര്യയ്ക്കുമെതിരായ ഭൂമി ഇടപാട് പരാതി ഒത്തുതീർന്നു. ഒത്തുതീർപ്പായ വിവരം സ്ഥിരീകരിച്ച് പരാതിക്കാരൻ ഉമ്മർ ഷരീഫ്. ബാലരാമപുരത്ത് ബന്ധുവീട്ടിലെ അലമാര കുത്തിത്തുറന്ന് മോഷണം നടത്തിയ പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചു. 30 പവനിലധികം സ്വർണ്ണാഭരണം മോഷ്ടിച്ച പത്തനാപുരം സ്വദേശി അൽ അമീനെയാണ് തെളിവെടുപ്പിന് എത്തിച്ചത്. മഞ്ഞുമൽ ബോയ്സ് കള്ളപ്പണ വെളുപ്പിക്കൽ കേസിൽ യൂസ്ഡ് കാർ ഷോറൂമിൽ ED പരിശോധന. സൗബിൻ ഷാഹിറിന് പങ്കാളിത്തമുള്ള സ്ഥാപനത്തിലായിരുന്നു പരിശോധന. തൃശൂർ ചാവക്കാട് മുല്ലപ്പുഴയിൽ വൃദ്ധൻ മരിച്ച നിലയിൽ. അലഞ്ഞുതിരിഞ്ഞു നടന്നയാളുടെ മൃതദേഹം കണ്ടെത്തിയത് കൈകൾ കെട്ടിയ നിലയിൽ. മലപ്പുറത്ത് 12കാരനെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയനാക്കിയ പിതാവിനെ 96 വർഷം കഠിന തടവിനും 8 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു. കൂത്തുപറമ്പ് സ്വദേശിയായ 42കാരന് ശിക്ഷ വിധിച്ചത് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി. പരപ്പനങ്ങാടിയിൽ മിഠായി നൽകി കുട്ടികളെ പീഡിപ്പിക്കുന്ന മധ്യവയസ്കൻ വീണ്ടും പിടിയിൽ. പിടിയിലായത് അട്ടക്കുഴിങ്ങര സ്വദേശി മുഹമ്മദ് കോയ. ഗതാഗത നിയമം കാറ്റിൽ പറത്തി വാഹനമോടിക്കുന്നവർ ഒട്ടേറെ മനുഷ്യരുടെ ജീവനാണ് അപകടത്തിലാക്കുന്നത്. കണ്ണൂരിൽ പോലീസുകാരനോടിച്ച കാർ നിയന്ത്രണം വിട്ടിടിച്ച് വഴിയാത്രക്കാരി മരിച്ചു. മുണ്ടേരി സ്വദേശിനി വീണയാണ് മരിച്ചത്. കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെ പോലീസുകാരൻ ജിതേഷ് ഓടിച്ച കാർ അമിത വേഗത്തിലെത്തി യാത്രക്കാരിയെ ഇടിക്കുകയായിരുന്നു. കാറിന്റെ അമിത വേഗത വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. സംഭവത്തിൽ പോലീസുകാരനെതിരെ കേസെടുത്തിട്ടുണ്ട്. മദ്യലഹരിയിലാണോ ഇയാൾ വാഹനം ഓടിച്ചതെന്ന് വിശദമായി പരിശോധിക്കണം. അങ്ങനെയെങ്കിൽ ഈ പോലീസുകാരനെതിരെ ശക്തമായ നടപടിയാണ് വേണ്ടത്. ഇതോടെ ഇന്നത്തെ പോലീസ് റോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.